കേന്ദ്ര സർക്കാരിന്റെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂൺ 14-നാണ് സംസ്ഥാന സർക്കാരിന്റെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നത്. അതുവരെ 12 നോട്ടിക്കൽ മൈൽ ദൂരപരിധിയിൽ കേരളത്തിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് നിയന്ത്രണമുണ്ടാകില്ല. എന്നാൽ പരിധി ലംഘിച്ചാൽ കോസ്റ്റ് ഗാർഡിന്റെ കടുത്ത നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമുള്ള 61 ദിവസത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനമാണ് അർദ്ധരാത്രി മുതൽ നിലവിൽ വരുന്നത്. ജൂൺ 14 മുതൽ ജൂലൈ 31 വരെ 47 ദിവസമാണ് സംസ്ഥാന സർക്കാരിന്റെ ട്രോളിംഗ് നിരോധനം. കേരള തീരത്തു നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ നിരോധനം നിലവിൽ വരുന്നതുവരെ 12 നോട്ടിക്കൽ മൈൽ ദൂരപരിധിയിൽ മത്സ്യബന്ധനം നടത്താം. ദൂരപരിധി മറികടക്കാതിരിക്കാൻ കോസ്റ്റ് ഗാർഡിന്റെ പ്രത്യേക പരിശോധനകളുണ്ടാകും. ദൂരപരിധി മറികടന്നാൽ മത്സ്യബന്ധന ബോട്ടുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചതോടെ ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. സർക്കാരിനെ പേടിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ ജോലിക്ക് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. എന്നുവെച്ചാൽ ഈ 61 ദിവസം ജീവിതം ഞങ്ങൾക്ക് പോകാൻ പറ്റാതിരുന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തിൻ്റെ മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഇനി എങ്ങനെ ഞങ്ങൾക്ക് പോകാൻ പറ്റും? ഈ ജൂൺ 15-ാം തീയതി വരെ 12 നോട്ടിക്കൽ മൈലിനകത്ത് മാത്രം മത്സ്യം പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. പക്ഷേ 12 നോട്ടിക്കൽ മൈലിനകത്ത് മത്സ്യങ്ങൾ കുറവായതുകൊണ്ട് ഞങ്ങളുടെ ബോട്ടുകളും വള്ളങ്ങളും 12 നോട്ടിക്കൽ മൈലിന് പുറത്തേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അങ്ങനെ വന്നാൽ കോസ്റ്റ് ഗാർഡോ അല്ലെങ്കിൽ നേവിയോ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയോ നിയമപരമായി ഞങ്ങളെ പിടിക്കുകയോ ചെയ്താൽ ഞങ്ങളുടെ കടലിൽ സംഘർഷത്തിനും ഞങ്ങളുടെ തൊഴിൽപരമായ ഒരു ഉറപ്പിനും വേണ്ടി വളരെ ശക്തമായ ഒരു പ്രതിഷേധത്തിൻ്റെയും സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 12 നോട്ടിക്കൽ മൈൽ ദൂരപരിധിയിൽ മാത്രം ബോട്ടുകളും വള്ളങ്ങളും ഒന്നിച്ച് മത്സ്യബന്ധനത്തിന് പോയാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഫിഷറീസ് വകുപ്പ് ആലോചിക്കുന്നുണ്ട്. അതേസമയം വിദേശ ട്രോളറുകൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിൽ നിരോധനങ്ങൾ ബാധകമല്ല. റിപ്പോർട്ടർ, കൊല്ലം.